സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സംഖ്യാപുസ്തകം 21 അധ്യായം 4 വാക്യം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കൂ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. എന്താണ്? ഇസ്രായേൽ മക്കൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ജനമാണ്. ആ 21 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം നോക്കുമ്പോൾ കാണാം, അവിടെ ശോധന വന്നപ്പോൾ ദൈവം അവരെ സഹായിക്കുവാനിടയായി. ശത്രുക്കളുടെ രാജാവിനെ അവൻ ഓടിച്ചു കളഞ്ഞു, വലിയ ജയം നേടിയെടുത്തു. എന്നാൽ ഇപ്പോൾ നാം വായിച്ച വാക്യം നോക്കുകയാണെങ്കിൽ, അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ നിർബന്ധിതരായതുകൊണ്ട്, ചുറ്റിക്കറങ്ങി പോകേണ്ടി വന്നതുകൊണ്ട് അവരുടെ കാലുകൾ വേദനിച്ചിട്ട് വഴിയാത്ര നിമിത്തമായിട്ട് അവരുടെ മനസ്സ് ക്ഷീണിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അതായത് യേശുവിനോടൊപ്പം നടക്കുന്നതായ വിഷയത്തിൽ കഷ്ടത ഉണ്ടാകും, ക്ഷീണം ഉണ്ടാകും. ഒരുവൻ എന്നെ പിന്തുടരുവാൻ ഇച്ഛിച്ചാൽ പല്ലക്കിൽ കയറി ഇരുന്നാൽ മതി, ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്നാണ് പറഞ്ഞത്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ തങ്ങളുടെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കണമെന്നാണ്. നമ്മിൽ അനേകം ആളുകളും സുഖം മാത്രമാണ് അന്വേഷിക്കുന്നത്. നമ്മുടെ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് ക്രൂശിൽ കഷ്ടം അനുഭവിച്ചിട്ട് നമുക്ക് വേണ്ടി അവന്റെ കാൽപാതകളെ ഇട്ടിട്ട് പോയിരിക്കുന്നു. അന്യായമായി അവൻ കഷ്ടം സഹിച്ചു. നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചില കഷ്ടതയും ബുദ്ധിമുട്ടും നമുക്കുണ്ടാകാം. നമ്മൾ ജഡശരീരത്തിലായിരിക്കുന്നതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. ഈ ലോകത്തിന്റെ അധികാരിയായിരിക്കുന്ന പിശാച്, അധികാരിയായിരിക്കുന്ന ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകാം. അതുപോലെ ഈ ലോകം നമ്മെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിശ്വാസികളായിരിക്കുന്നതായ നാം, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന നാം, ദൈവം വിളിച്ചവരാണ് എന്ന് പറയുന്ന നാം, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരായ നാം, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് പറയുന്ന നാം, ഈ ലോകത്തിലുള്ള നിസ്സാരമായ കഷ്ടതകളെ നോക്കുവാൻ പാടില്ല. വഴിയാത്ര നിമിത്തമായിട്ട് ഈ ഇസ്രായേൽ മക്കൾക്ക് മനസ്സ് ക്ഷീണിച്ചു എന്നാണ് പറയുന്നത്. കുറച്ച് ക്ഷീണം വന്നപ്പോഴേക്കും മനസ്സ് വിഷമിച്ചിട്ട് എന്താണ് ചെയ്തത്? ഹല്ലേലൂയ, സ്തുതി എന്നൊക്കെ പാട്ടുപാടിയോ? ചിലർ അത് സത്യമാണെന്ന് വിചാരിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ ക്ഷീണിച്ചു പോയി, കർത്താവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണോ? ക്ഷീണം വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? എന്തു ചെയ്യും? നിങ്ങൾക്കൊരിക്കലും ക്ഷീണമുണ്ടാകാറില്ലേ? ബുദ്ധിമുട്ടുണ്ടാകില്ലേ? കഷ്ടത ഉണ്ടാകില്ലേ? പറയൂ. കഷ്ടത വന്നിട്ടുള്ളവർ കൈയുയർത്തുക. കഷ്ടത ഇല്ലെന്ന് പറയുന്നവർ കൈയുയർത്തുക. ഞങ്ങൾക്കൊരു കഷ്ടവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്നവർ മരിച്ചവരാണെന്നാണ്. മരിച്ചവൻ എന്താണ് കഷ്ടതയുള്ളത്? അവനെ തല്ലിയാലും ഉന്തിയാലും തള്ളിയിട്ടാലും ഒന്നും മിണ്ടില്ല, മൗനമായി കിടക്കുന്നത് കൊണ്ട്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നാം ശരീരത്തിലായിരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടും കഷ്ടതയും മാനസിക ഭാരവും മാനസിക വ്യതയും ഞെരുക്കവും ആരോഗ്യപ്രശ്നവും ബുദ്ധിമുട്ടും അതുപോലെ കഷ്ടവും എല്ലാം തീർച്ചയായും ജീവിതത്തിലുണ്ടാകും. യേശുവിൽ വിശ്വസിച്ചാലും ഉണ്ടാകും, വിശ്വസിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകും. പിന്നെന്തിനാണ് യേശുവിൽ വിശ്വസിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. രോഗം മാറുന്നതിന് വേണ്ടി യേശുവിൽ വിശ്വസിക്കുന്നവർ ഭക്തന്മാരാണോ? ആഹാരത്തിന് വേണ്ടി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വാസികളാണോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തി പ്രാപിച്ചതുകൊണ്ടാണ് എന്നെ തിരക്കുന്നത്, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞു. യേശു 5 അപ്പവും 2 മീനും അനുഗ്രഹിച്ച് ആയിരക്കണക്കിന് ആളുകൾ കഴിച്ചതിന് ശേഷം യേശുവിനെ അവർ രാജാവാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അവൻ ചോദിച്ചു, എന്താണ് മകനെ, നിങ്ങൾ ആഹാരത്തിന് വേണ്ടിയാണോ, ആഹാരത്തിന്റെ കാര്യത്തിന് വേണ്ടിയാണോ എന്നെ തിരക്കുന്നത്? നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും നാം ആഹാരത്തിന് വേണ്ടിയോ വസ്ത്രത്തിന് വേണ്ടിയോ കർത്താവിൽ വിശ്വസിക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അവൻ നമ്മുടെ സൃഷ്ടിതാവാണ്. അവൻ നമുക്ക് വിമോചനം നൽകുന്നവനാണ്. അവൻ പ്രാണനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. അവൻ നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതായ നമ്മെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റി. അത് മതി. യേശു വേറെ എന്തൊക്കെയോ ചെയ്തു തരും എന്ന് വിശ്വസിച്ചു പോകുന്നത് തെറ്റാണ്. ഇവർ മനസ്സ് ക്ഷീണിച്ചിട്ട് ദൈവത്തോടും മോശയോടും പരാതിപ്പെടുവാൻ ആരംഭിച്ചു എന്ന് പറയുന്നു.
നിങ്ങളിൽ എത്ര ആളുകൾക്ക് പിറുപിറുക്കുവാൻ അറിയാം? പറയൂ. പോട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും പിറുപിറുത്തിട്ടുണ്ടോ? എന്താണ് ദേവദാസ ഇത് അനാവശ്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഓരോരോ ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത്? അതുകൊണ്ട് കടന്നു പോകൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ പിറുപിറുത്തിട്ടുണ്ടോ? ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. കൈ ഉയർത്തേണ്ട, അടുത്തുള്ളവർ കാണും. നിങ്ങൾ പിറുപിറുത്തിട്ടുണ്ടോ? അബ്ബാ, ഇത് സാൻഫ്ലൂവിനെക്കാട്ടിൽ വലിയൊരു പകർച്ചവ്യാധിയാണ്. ഇതിൻ്റെ ഒരാളിലേക്ക് വരികയാണെങ്കിൽ മറ്റാളിലേക്ക് പകരുവാൻ എളുപ്പമിടയാകും. ഒരാൾ പിറുപിറുത്താൽ മറ്റൊരാൾ വഴക്കുണ്ടാക്കുമെന്നാണ്. ഇത് രണ്ടും കൂടിയാണ്. ഇത് വലിയ ഒരു ചൊറി പോലെ ഉണ്ടാകുന്നതായ കാര്യമാണ്. ആ ഇസ്രായേൽ മക്കൾ ഒരുപാട് അത്ഭുതം കണ്ടുവന്നവരാണ്. ചെറിയൊരു കഷ്ടത ഇപ്പോൾ വന്നപ്പോൾ എന്തൊരു ജീവിതമാണിത്, എന്തൊരു കഷ്ടമാണിത് എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നു. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് എന്താണ് കിട്ടിയത് എന്ന് ഒരാൾ പറയാനിടയായി. ശ്വാസം കിട്ടുന്നില്ല, മരിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. ശരി, നമുക്ക് ഒരുമിച്ച് മരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മിസ്രൈമിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം. അവിടെ നമുക്ക് മീൻ കിട്ടുമായിരുന്നു, മാംസമുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി. അപ്പോൾ പറയും, ഞങ്ങൾ മിസ്രൈമിലേക്ക് പോവാണ്. എന്താണ്? അവരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ, അവരുടെ അടികൾ സഹിക്കവയ്യാതെ, കഷ്ടപ്പെട്ടവർ അനുഭവിക്കുന്ന അടിമത്തം സഹിക്കവയ്യാതെ ആ മിസ്രൈമ്യരുടെ കൈകളാൽ ഒരുപാട് ഉപദ്രവം അനുഭവിച്ച് നെടുവീർപ്പെട്ട് കരഞ്ഞുകൊണ്ട് ദൈവം വിടുതലയച്ചപ്പോൾ ഇവിടെ എന്താണ്? എന്തെങ്കിലും പറഞ്ഞാൽ മതി, അപ്പോൾ പറയും ഞങ്ങൾ അവിടേക്ക് പോവുകയാണെന്ന്. എന്താണ്? നമ്മുടെ ബുദ്ധി അത്രയുമേ ഉള്ളൂ. ചെറിയൊരു കഷ്ടം വന്നാൽ ഈ ദൈവം വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് പ്രാർത്ഥന വേണ്ട, ഉപവാസം വേണ്ട. എന്തൊരു ദൈവം? പ്രാർത്ഥിക്കാനോ? പ്രാർത്ഥന വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതിയെന്ന്. എന്താണ്? ഉദ്ദേശിച്ച് നടക്കുന്നില്ലെങ്കിൽ എത്ര കോപമാണ് ചിലർക്ക്. ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മാതാവ് മരിച്ചുപോയി. 85-87 വയസ്സ് പ്രായമുള്ളതായിരുന്ന ആ സ്ത്രീ, അവർ സമ്പൂർണ്ണമായിട്ട് ജീവിക്കാനിടയായി, അവസാനം മരിക്കാനിടയായി. അപ്പോൾ പറയുകയാണ്, ദൈവമില്ല, എന്തുകൊണ്ടാണ് പിന്നെ എൻ്റെ മാതാവ് മരിച്ചുപോയത്? എന്താണ്? നാം മരിക്കുവാൻ പാടില്ലേ? ഇവിടെ തന്നെയാണോ ജീവിക്കേണ്ടത്? എന്താണ്? നാം ചിന്തിക്കുന്നത് പോലെ നടക്കുന്നില്ല എങ്കിൽ, നമ്മൾ വിചാരിച്ചത് നടക്കുന്നില്ല എങ്കിൽ പിന്നെ ദൈവം ഒന്നുമില്ല. ദൈവം എനിക്ക് എന്ത് സഹായമാണ് ചെയ്തത്? ഈ പിറുപിറുക്കൽ എന്ന് പറയുമ്പോൾ അത് വലിയ മാരകമായിട്ടുള്ള ഒരു രോഗമാണ്. ഇതൊരിക്കലും വിശ്വാസികൾക്ക് യോജിക്കുന്നതല്ല. ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ പിറുപിറുക്കാൻ പാടില്ല. യോബിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടത വന്നു എന്നറിയാമോ? നമ്മൾ ചെറിയൊരു അസുഖം വന്നാൽ പറയും യോബിനെ പോലെ കഷ്ടപ്പെട്ടു എന്ന്. അത് ശരിയല്ല. ചരിത്രം നോക്കിയാൽ യോബിനെ പോലെ മറ്റാരും തന്നെ ഇതുവരെ കഷ്ടത അനുഭവിച്ചിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് സകലതും നഷ്ടപ്പെട്ടു. 10 മക്കൾ മരിച്ചു പോകാനിടയായി. അവൻ്റെ ശരീരത്തിൽ നിറയെ വ്യാധി വരുവാനിടയായി. അവൻ ചാരത്തിൽ ഇരുന്നു കൊണ്ട് ചൊറിയുകയാണ്. അവൻ അത്രയും കഷ്ടതകൾ വന്നിട്ട് പോലും യഹോവ എനിക്ക് നൽകി, യഹോവ തിരിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. അവൻ പിറുപിറുത്തോ? ആ ചാരത്തിൽ ഇരുന്നു കൊണ്ട് ഓട്ടിൻ കഷ്ണം കൊണ്ട് ശരീരം ചൊറിഞ്ഞുകൊണ്ട് അവൻ പാടുകയാണ്, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഭാര്യ വന്നു. എന്തിനാണ് വന്നത്? നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ചൊറിഞ്ഞു തരാമെന്ന് പറയാനാണോ? നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞോ? പോട്ടെ, എല്ലാവരും പോയാലും കുഴപ്പമില്ല, എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനുമുണ്ടല്ലോ, അത് മതി എന്നാണോ പറഞ്ഞത്? യോബിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നപ്പോൾ, ഒരുപാട് പണമുണ്ടായിരുന്നതായ സമയത്ത്, പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മിസ്സിസ് ജോബ് ആണെന്നാണ്. ഡോക്ടറിന്റെ ഭാര്യ ഡോക്ടറമ്മ. അവൾ ഡോക്ടറിന് ഇതുവരെ പഠിച്ചിട്ടില്ല. പാസ്റ്ററിന്റെ ഭാര്യ പാസ്റ്ററമ്മയാണ്, ദൈവവേല ചെയ്താലും ഇല്ലെങ്കിലും. അതുപോലെ ടീച്ചറിന്റെ ഭാര്യയാണെങ്കിൽ ടീച്ചറമ്മ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ശരിയല്ലേ? ഭർത്താവ് കാരണം ഭാഗ്യം ലഭിച്ചപ്പോൾ ഭർത്താവ് കാരണം കഷ്ടതയും കൂടെ അനുഭവിച്ചുകൂടെ? ഭാര്യയോടൊപ്പം നിനക്ക് സന്തോഷം ലഭിച്ചിരിക്കുമ്പോൾ ആ ഭാര്യയുടെ കഷ്ടത്തിൽ നിനക്ക് ആശ്വസിപ്പിച്ചുകൂടെ? ഇന്നെന്താണ് പറയുന്നത്? നിന്റെ കാര്യം നീ നോക്കിക്കൊള്ളൂ, നിന്റെ മക്കൾ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കൂ. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ അങ്ങനെ സംസാരിക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? നോക്കൂ, ഇന്ന് വിവാഹ ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ വിലയറിയാത്തവരാണ്. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജീവിതത്തെക്കുറിച്ചൊരു വിലയും കാണില്ല, ഒരു ഉത്തരവാദിത്വം കാണില്ല, ഒരു കടമയും ആരെക്കുറിച്ചും കാണുകയില്ല. എന്തിനാണ് നിനക്കിനിയും ദൈവത്തെ ദുഷിച്ചു പറഞ്ഞിട്ട് പോയി ചാകൂ? എന്താണ് യോബിന്റെ ഭാര്യ പറഞ്ഞത്? ഇപ്പോഴും എന്തിനാണ് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്? സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, സകല പണവും നഷ്ടപ്പെട്ടു പോയി. ഇനിയും എന്തിനാണ് നീ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞ് പാടുന്നത്? ദൈവത്തെ ദുഷിച്ചിട്ട് നീ പോയി ചാകൂ എന്ന് പറഞ്ഞു. എന്നെപ്പോലെയുള്ള ആളുകളാണെങ്കിൽ പറഞ്ഞു, ഞാൻ ചാകാം, ആദ്യം നിന്നെ കൊല്ലാം, എന്നിട്ട് ചാകാം, നീ വരൂ എന്ന്. കയറിൽ തൂങ്ങി മരിച്ചേനെയും അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിയിട്ട് മരിക്കുമായിരുന്നു. എന്നാൽ ഇയ്യോബ് എന്താണ് പറഞ്ഞത്? ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്. ദൈവത്തിന്റെ പക്കൽ നിന്ന് നന്മ മാത്രമേ ഉള്ളൂ,
തിന്മ അനുഭവിക്കാൻ പാടില്ലേ? യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഷ്ടതയുണ്ടാകുമ്പോൾ ദൈവത്തെ കുറ്റം പറയരുത്. നമ്മുടെ കഷ്ടതയ്ക്ക് കാരണം ആരാണ്? നാം തന്നെയാണ്. നമ്മുടെ കഷ്ടതയ്ക്ക് കാരണം ആരാണ്? നാമാണ്. അതിനെ എടുത്തു കാണിക്കുന്നത് ആരാണെന്നറിയാമോ? സാത്താൻ. കണ്ടിട്ടില്ലേ? കഷ്ടത വരുന്ന സമയത്ത് പിറുപിറുക്കൂ, കുറ്റം പറയൂ എന്ന പിശാച് നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് അതുകൊണ്ട്? പിശാചിനോട് എതിർത്ത് നിൽക്കുക. നാം എപ്പോഴും ബലഹീനമായിരിക്കുന്ന സമയത്ത് പിശാച് പാപത്താൽ നമ്മെ പിടിക്കുവാനിടയാകും. യഥാർത്ഥത്തിൽ ഇസ്രായേൽ മക്കൾക്ക് 40 ദിവസം കൊണ്ട് കനാൻ ദേശത്തെത്തിച്ചേരാൻ കഴിയും. എന്നാൽ ഇവർക്ക് 40 സംവത്സരം വേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവഹിതം അനുസരിക്കാത്തതിൻ്റെ നിമിത്തമായി ഞങ്ങൾക്ക് ക്ഷീണമാണ്, ഞങ്ങൾക്കതില്ല, ഇതില്ല, ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കറങ്ങി പോയിട്ട് 40 ദിവസത്തെ യാത്രയ്ക്ക് എത്ര ദിവസം എടുത്തു? 40 വർഷം എടുക്കേണ്ടതായി വന്നു. അവർ പിറുപിറുത്തതായ സമയത്ത് എന്താണ് പറയുന്നത് നോക്കുക. ആ വചനത്തിൽ, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. എന്തില്ലെന്നാണ് പറയുന്നത്? എന്തില്ലെന്നാണ്? ആഹാരമില്ല എന്ന്. സത്യമാണോ? അവർ മരുഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ വിശപ്പുണ്ടായ സമയത്ത് ദൈവം അവർക്ക് വിശപ്പടക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ തിന്നുന്നതായ ആഹാരത്തെ, മന്നായെ പൊഴിച്ചു കൊടുത്തു. അവർക്ക് മന്ന ലഭിച്ചപ്പോൾ ആദ്യമായി അവർ ഭക്ഷിച്ചതായ സമയത്ത് ആ തേൻ പോലെ മധുരമായ, തേൻകട്ട പോലെ രുചികരമായിട്ടിരിക്കുന്നതായ ആ മന്ന, മൃദുവായ മാർദ്ദവമുള്ളതായ ആ മന്ന അവർ കഴിച്ചതായ സമയത്ത് എന്ന് ആസ്വദിച്ചുകൊണ്ട് ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിക്കാനിടയായി. അന്ന് സന്തോഷത്തോടുകൂടി തിന്നിട്ട് ഇപ്പോൾ എന്താണ് പറയുന്നത്? ആഹാരം. ഒരു ദിവസം ആഹാരത്തിന് വേണ്ടി താമസിച്ച വീട്ടിൽ പിന്നെ വലിയ ബഹളമായിരിക്കും. എപ്പോഴും ഇതാണ്, ഇവിടെ ചോറില്ല കഴിക്കാൻ. 30 വർഷമായിട്ട് 30 ചാക്കുവൻ തിന്നു തീർത്ത് കാണും. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക, ഒരു ഭവനത്തിൽ അയാൾ പ്രായം ചെയ്ത് 60 വയസ്സാകുമ്പോഴേക്കും എത്ര ചാക്ക് ആഹാരം കഴിച്ചിരിക്കാം? എത്ര കിലോ ഇറച്ചി കഴിച്ചിട്ടുണ്ടാകാം? ഒരു നേരം മാംസം കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആരും മാംസം തന്നില്ലേ, ഇന്ന് ഇറച്ചിയില്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട ചോറ്. എന്താണ്? ഒരു നേരം എന്തെങ്കിലും കുറവുണ്ടാകുമ്പോൾ ഇത്രയും നാൾ കഴിച്ചത്, ഇത്രയും നാൾ നീ ആഹാരം ഭക്ഷിച്ചതൊക്കെ മറന്നു പോകുന്നത് എന്താണ്? നിന്റെ ജീവിതത്തിൽ കുറവ് വരുന്നതിന്റെ കാരണം ദൈവം ചെയ്ത നന്മകൾ ഓർക്കുന്നതിന് വേണ്ടിയാണ്. കുറവ് വരുമ്പോൾ ദൈവത്തിന്റെ നന്മകൾ ഓർക്കണം. അല്ലാതെ ദൈവം ചെയ്ത നന്മകൾ മറന്ന് പിറുപിറുത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അനേകർ വീണുപോകാനിടയായി. പിറുപിറുത്തതായ അനേകർ വഴിമധ്യയിൽ വീണുപോകുവാനിടയായി. വീണുപോയി. അവർ കഴിച്ചു ആഹാരം, നല്ലവണ്ണം മൃഷ്ടാന ഭോജനം കഴിക്കുവാൻ ഇടയായി. അവർ നല്ലവണ്ണം ആഹാരം കഴിച്ചു വയറ് നിറഞ്ഞ് അവസാനം അവർ പറയുകയാണ്, ഞങ്ങൾക്കിനി മാംസം വേണം എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം കാടപ്പക്ഷികളെ അയച്ചു കൊടുത്തു. അങ്ങനെ അവർ വയറ് നിറച്ച് മാംസം കഴിക്കുവാനും ഇടയായി. വയറ് നിറച്ച് കഴിച്ചുവെന്നാണ് പറയുന്നത്. വീണ്ടും വന്ന് ഇപ്പോഴെന്നാണ് പറയുന്നത്, ഞങ്ങൾക്ക് ആഹാരമില്ല. എന്താണ്? എത്ര തിന്നാലും മനുഷ്യർക്ക് തൃപ്തിയില്ല. തിന്നുകൊണ്ടേയിരിക്കും, പിന്നെ പറയും ഒന്നുമേ ഇല്ല എന്ന്. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എപ്പോഴും ഈ അച്ചാറ് മാത്രമേ ഉള്ളൂ, എപ്പോഴും ഈ അച്ചാറ് മാത്രമേ ഉള്ളൂ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിന് കൂടെ കഴിച്ചുകൊണ്ടേയും ഇരിക്കും. എന്താണ്? ആഹാരത്തിന് വേണ്ടി കരയുന്ന വ്യക്തി ദൈവരാജ്യത്തിൽ കടക്കില്ല. കാരണം ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. ജീവൻ കിടക്കേണ്ടതിനാണ് നാം കഴിക്കേണ്ടത്, അല്ലാതെ തിന്നേണ്ടതിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. ഈ അന്ത്യകാലത്ത് മനുഷ്യർക്ക് തീറ്റ. എവിടെ പോയാലും നോക്കുക, മദ്രാസിൽ വന്ന് നോക്കുകയാണെങ്കിൽ കാണാം, അടുത്തടുത്ത് ഭക്ഷണത്തിന്റെ ഹോട്ടലുകൾ മാത്രമാണ്. പീസായ, പാസായ, KFC, ബർഗർ, പിന്നെന്തൊക്കെയാണ്? അണുനാശിനി. അറിയത്തില്ലേ? ഇപ്പൊ പെപ്സി, കൊക്കക്കോള അതിനെ അണുനാശിനിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അണുനാശിനിയാണ്. അണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് നാം കുടിക്കുന്നത്. മനുഷ്യന് എന്തെല്ലാം കഴിച്ചാലും എത്ര കുടിച്ചാലും തൃപ്തിയില്ല. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവും അല്ല. ആഹാരം വേണമെങ്കിൽ കർത്താവിനോട് ചോദിക്കുക. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും വിശന്നിരിക്കേണ്ട കാര്യമില്ല. ആകാശത്തിലെ പക്ഷികളെ നോക്കുക, അത് വിതയ്ക്കില്ല, കൊയ്യുകയില്ല, എങ്കിലും അതൊന്നുപോലും വിശന്ന്
ഇരിക്കുകയില്ല. കാടപ്പക്ഷികളെ നോക്കൂ, എവിടെ പോവുകയാണെന്ന് ചോദിച്ചാൽ പറയും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്ന്. വൈകുന്നേരം കൂട്ടിൽ വരുമ്പോൾ കാടപ്പക്ഷി വല്ലതും കഴിച്ചെന്ന് ചോദിച്ചാൽ പറയും ഞാൻ വയറ് നിറച്ച് കഴിച്ചു എന്ന്. അപ്പോൾ നാളത്തിന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? 1 കിലോയോ 2 കിലോയോ 1/2 കിലോയോ വല്ലതും? അപ്പോൾ പറയും നാളെക്കുറിച്ച് എനിക്ക് ദുഃഖമില്ല, നാളെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എനിക്ക് ആഹാരം നൽകും. 10 ദിവസം കഴിഞ്ഞാൽ പക്ഷിയോട് ചോദിക്കണം, ഇപ്പോൾ എന്തൊക്കെയാണ് നീ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ എന്ത് തിന്നു? ഞാൻ ഗോതമ്പ് തിന്നു. ഇന്നെന്താണ് തിന്നത്? പച്ചരി തിന്നു. മിനിഞ്ഞാന്ന് എന്താണ് തിന്നത്? ചോളം തിന്നു. അതെല്ലാം തിന്നും. എന്നാൽ മനുഷ്യനോട് ചോദിക്കുമ്പോൾ എന്താണ് കഴിച്ചത്? ചോറ് 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 ചോറ്. എപ്പോഴും അതാണ്. അതുകൊണ്ടാണ് ബിപിയും ഷുഗറും എല്ലാം. നമുക്ക് ചോറ് വേണം, ഇത്രയും ഉയരത്തിൽ ചോറ് വിളമ്പണം. ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ട, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. നിനക്ക് നല്ല ആഹാരം വേണമെങ്കിൽ, ഇറച്ചി വേണമെങ്കിൽ കർത്താവിനോട് ചോദിക്കുക. ഇപ്പോൾ അച്ചാറേ ഉള്ളെങ്കിലും അതിന് ദൈവത്തെ സ്തുതിക്കൂ. മീൻ വേണമെങ്കിൽ കർത്താവിനോട് ചോദിക്കൂ. കഞ്ഞി തന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. കഞ്ഞി പോലും ഇല്ലാത്ത ആളുകൾ, ലോകത്തിൽ എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇന്ന് എത്രയോ ആളുകൾ ഇത്രയും നാളും തങ്ങളെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ മറന്ന് ജീവിക്കുന്നുണ്ട്. യൗവനക്കാരായിരിക്കുന്ന അനേകം മക്കൾ മാതാപിതാക്കളുടെ നേരെ കയർക്കുന്നത് കാണാം. അവർക്കെതിരായിട്ട് സംസാരിക്കുന്നത് കാണാം. ഒരു ദിവസം അവർ ചോദിച്ചത് കൊടുക്കുന്നില്ല എങ്കിൽ, ഒരു ദിവസം ചോദിച്ച 10 രൂപ കൊടുക്കുന്നില്ല എങ്കിൽ, ഒരു ദിവസം അവർ പറഞ്ഞതായ കറി ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നില്ല എങ്കിൽ, ഒരു ദിവസം അവർക്ക് ഇഷ്ടമുള്ള അവരുടെ കാര്യം ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തു തന്നത്, എൻ്റെ കാര്യം എങ്ങനെയാണ് നോക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കാണാം. എടാ, ഞാൻ നിന്നെ പെറ്റു, ഞാൻ നിന്നെ വളർത്തി പഠിപ്പിക്കാനിടയായി എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ തന്നെയാണ് വളർന്നു വന്നതെന്ന്. എങ്ങനെയാണ്? നീ ശൂന്യതയിൽ വളർന്നു വരുമോ? കാറ്റിൽ വളരുമെന്നാണോ? അമ്മ നിന്നെ പ്രസവിച്ച ശേഷം വെറുതെ ഇടുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വളർന്ന് നീ വലിയൊരു പയ്യനാട്ടി മാറുമെന്നാണോ നീ പറയുന്നത്? അയ്യോ, എത്ര അവിവേകമാണ്! എന്താണ്? മാതാവ് എത്ര ശ്രദ്ധയോടുകൂടിയാണ് നിന്നെ വളർത്തിയത്. ഗർഭത്തിലായിരുന്നപ്പോൾ എത്ര കരുതലോടുകൂടിയാണ് നോക്കിയത്. പ്രസവിച്ച ശേഷവും നിന്നെ മടിയിൽ വെച്ചിട്ട് പാല് തന്ന് എങ്ങനെയാണ് വളർത്തിയത്? നിന്റെ പിതാവ് നിനക്ക് വേണ്ടി അധ്വാനിച്ച് നിന്നെ സ്കൂളിൽ ചേർത്ത് നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് വളർത്തി വലുതാക്കിയിരിക്കുന്നു. എന്നാൽ അതെല്ലാം മറന്നിട്ട് ഈ കാലത്ത് അപ്പനെയും അമ്മയെയും ദുഃഖിപ്പിക്കുന്നു. അതുപോലെ അനേകം ആളുകളും ദൈവത്തിനെതിരെ തിരിയുന്നവരുമുണ്ട്. ദൈവം എനിക്ക് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നവർ അനേകരുണ്ട്. നിങ്ങളും അങ്ങനെ ചോദിക്കുന്നുണ്ടോ? ദൈവം എന്താണ് എനിക്ക് തന്നത്? എന്താണ് ദൈവം എനിക്ക് തന്നത്? ഒരു സഹോദരി പറഞ്ഞു കരയുകയാണ്, ചെറിയൊരു സ്വർണ്ണക്കമ്മൽ പോലും തന്നില്ല എന്ന്. എന്താണ് പറയുന്നത്? ചെവിയിലിടാൻ കമ്മലില്ലെന്ന്. കാതിലിടാൻ കമ്മലില്ലെങ്കിലും കേൾക്കുവാൻ കഴിയുന്ന കാത് നിനക്ക് നൽകിയല്ലോ, അതോർക്കണ്ടേ? കാതുണ്ടായിട്ട് കേൾക്കുവാൻ കഴിയാത്തവർക്ക് വലിയൊരു കമ്മൽ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്തു ഗുണമാണുള്ളത്? ഒന്നും പറയുന്നത് കേൾക്കുവാൻ കഴിയുകയില്ല. എന്താണ്? ദൈവം നിനക്ക് നല്ലൊരു ശരീരം നൽകി. നീ ഏത് വസ്ത്രം ധരിച്ചാലും നിന്നെ കാണുവാൻ തന്നെ അഴകുണ്ട്. ശരീരമില്ലായിരുന്നുവെങ്കിൽ നീ എങ്ങനെ വസ്ത്രം ധരിക്കുമായിരുന്നു? നിന്റെ ശരീരം നിറച്ച് വ്രണമായിരുന്നുവെങ്കിൽ നീ പട്ടുസാരി കൊടുത്താലും നിന്നെ ആരാണ് നോക്കുന്നത്? ഒരു കുഷ്ഠമുള്ള വ്യക്തി 10,000 രൂപയുടെ സാരിയൊക്കെ കൊടുത്ത് നല്ല സ്വർണ്ണമൊക്കെ ധരിച്ച് വരികയാണെങ്കിൽ എല്ലാവരും വന്നിട്ട് ബഹുമാനിച്ച് വരും ഇരിക്കുമെന്ന് പറയുമോ? അതോ മാറ് 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 എന്ന് പറഞ്ഞ് പോകുമോ? ശരീരമാണ് പ്രധാനം, വസ്ത്രമല്ല പ്രധാനപ്പെട്ടത്, ആഹാരമല്ല പ്രധാനപ്പെട്ടത്, ജീവനാണ് പ്രധാനപ്പെട്ടത്. ജീവനില്ല എങ്കിൽ കൂട്ടിവെച്ച ആഹാരം കൊണ്ട് എന്തൊരു പ്രയോജനം? ആ ധനവാൻ കൊയ്ത്തു കഴിഞ്ഞ സമയത്ത് സുഖമായിട്ടിരുന്നു കൊണ്ട് എൻ്റെ ആത്മാവേ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത് എന്നാണോ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? എൻ്റെ ആത്മാവേ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സുഖിക്കുക. അനേകം വർഷങ്ങൾക്ക് നിനക്ക് വേണ്ടിയുള്ള ആഹാരം ഞാൻ ഒരുക്കിയിരിക്കുന്നു. ദൈവം എന്താണ് പറഞ്ഞത്? വിഡ്ഢി, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ സമ്പാദിച്ചു വെച്ചതെല്ലാം ആർക്ക് പോകുവാനിടയാകും? കഷ്ടതയുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടും ഞെരുക്കവും ഉണ്ടാകുമ്പോൾ, പ്രതികൂലമുണ്ടാകുമ്പോൾ ജീവിതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ നാം എല്ലാവരും പഠിക്കണം. കർത്താവിനോട് പിറുപിറുക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്നത് ആ മോശ പാവം നോക്കിയാൽ അവൻ്റെ ബന്ധുക്കളല്ല, അവൻ്റെ സ്വന്തക്കാർ ആരുമല്ല. ദൈവം വിളിച്ചു വേർതിരിച്ചിട്ട് നടത്തുവാൻ പറഞ്ഞു. എല്ലാ വിഷയത്തിനും മോശയുടെ അടുക്കൽ ചെന്നിട്ട് പിറുപിറുക്കുകയാണ് ഇവർ. അവൻ എത്രമാത്രം ക്ഷമ എങ്ങനെ കിട്ടിയെന്നറിയില്ല. എന്നാൽ നമ്മുടെ മക്കൾ വന്നിട്ട് എപ്പോഴും നമ്മുടെ അടുക്കൽ വന്നിട്ട് തരൂ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തടിയെടുത്ത് തലക്കെട്ടൊന്ന് കൊടുക്കുകയല്ലേ നാം ചെയ്യാറുള്ളത്? ശരിയല്ലേ? നമ്മളാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വടിയെടുത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാ എന്ന് പറയും. എന്നാൽ മോശ എന്താണ് ചെയ്തത്? എന്താണ്? ഈ നമ്മൾ ജീവിതത്തിൽ പിറുപിറുക്കുന്നതായ സമയത്ത് ദൈവത്തോട് പരാതിപ്പെടുമ്പോൾ പിശാച് അടുത്തു വന്നിരിക്കുവാൻ ഇടയാകും. ഇങ്ങനെ പിറുപിറുക്കുന്ന ആളുകൾക്ക് വലിയ ശക്തി ലഭിക്കാൻ ഇടയാകും. എന്താണെന്ന് വെച്ചാൽ അടുത്ത് നിന്നുകൊണ്ട്
പിറുപിറുക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ പിശാച് ഓടിപ്പോകാനിടയാകും. നിങ്ങൾ പിറുപിറുത്താൽ പിശാച് വന്നിട്ട് പാട്ട് പാടിത്തരും. എപ്പോഴും ഇത് ഓർക്കണം. ദൈവത്തെ സ്തുതിക്കുന്നവരുടെ ഭവനത്തിൽ പിശാചിന് ഇടമില്ല. ദൈവത്തോട് നന്ദി കരറ്റുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പിശാച് പ്രവേശിക്കാനിടയാകില്ല. എപ്പോഴാണോ ദൈവത്തോട് മറുതലിക്കുന്നത്, എപ്പോഴാണോ ദൈവത്തോട് പിറുപിറുക്കാൻ തുടങ്ങുന്നത്, എപ്പോഴാണോ ദൈവത്തോട് പരാതിപ്പെടുന്നത്, അപ്പോൾ പിശാച് സന്തോഷിക്കാനിടയാകും. കാരണം പിറുപിറുക്കുക എന്നത്, കുറ്റം പറയുക എന്നത് പിശാചിന്റെ സ്വഭാവമാകുന്നു. ഇങ്ങനെയുള്ള മനസ്സ് പിശാചിന്റെ ബുദ്ധിയാണ്. അതുകൊണ്ട് ആ ചിന്ത വന്നിട്ട്, ആ ബുദ്ധി വന്നിട്ട് നമ്മെ കീഴടക്കുവാനിടയാകും. അല്പകാല പാപത്തിന്റെ സുഖത്തിനു വേണ്ടി ഞാൻ ഒരിക്കലും സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തുകയേ ഇല്ല എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ലക്ഷ്യം, അവന്റെ ഇഷ്ടം. ദയവുചെയ്ത് തലകളെ വണക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ വരെയും നിങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വന്നു, ബുദ്ധിമുട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കഷ്ടതയുടെ കാരണം നിങ്ങളുടെ പാപമാകുന്നുവെന്നും നിന്റെ ശോധനയുടെ കാരണം നീ പിശാചിന് ജീവിതത്തിൽ ഇടം കൊടുത്ത വിഷയമാണെന്നും നീ മനസ്സിലാക്കുന്നുണ്ടോ? ഭയങ്കരമായ ഈ പാപത്തിന്റെ ലോകത്തിൽ കർത്താവിന്റെ മകനായി നീ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പോരാടണം. നല്ല പോരാട്ടം നീ പോരാടണം. യേശുവിലേക്ക് നോക്കിക്കൊണ്ട്, അവന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവന് വേണ്ടി ജീവിക്കണം. എല്ലാവരും വായു തുറന്നുകൊണ്ട് കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുക: യഥാർത്ഥമായും ഞാൻ സ്വർഗത്തിലേക്ക് വരുമോ കർത്താവേ? എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നീ എനിക്കൊന്ന് കാണിച്ചു തരണമേ. എൻ്റെ ദൈവമേ, എന്നെ പരിശോധിക്കണമേ. എന്നെ പരീക്ഷിച്ച് വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണമേ എന്നൊരു ചെറിയ പ്രാർത്ഥന ചെയ്യുക. ദൈവത്തിൻ്റെ വെളിച്ചം നിന്റെ മേൽ പ്രകാശിക്കാൻ പോവുകയാണ്. അവൻ്റെ മുഖകാന്തിയിൽ നിന്റെ ഹൃദയത്തെ നിനക്ക് കാണുവാൻ കഴിയും. കർത്താവ് നിന്റെ ഹൃദയത്തെ അറിയുന്നു. നിങ്ങൾ വായു തുറന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവിനോട് പറയുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കുമാറാകണമേ. നിന്റെ മക്കളെ നീ കാണണമേ. ആരാണോ നിന്നെ വിട്ടകന്നത്, ആരാണോ നിന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്നത്, ആരാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ആരൊക്കെയാണോ അവരുടെ ജീവിതത്തിൽ വരുന്നതായ കഷ്ടത സഹിക്കാതെ നിരാശയ്ക്കും വെറുപ്പിനും ഇടം കൊടുത്ത് പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയുള്ളവരെ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണപ്പാ. അവരെ വിടുവിച്ചെടുക്കണമേ കർത്താവേ. പിശാചിന്റെ വാക്കുകേട്ട് വഞ്ചിതരായി നഷ്ടങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണ് പിതാവേ. യേശുവിന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ടും മദ്യപാനത്തിന് അടിമകളായി ജീവിക്കുന്നവർ, പുകവലിക്ക് അടിമകളായിട്ട് ജീവിക്കുന്നവർ, ലഹരി ഉപയോഗത്തിന് അടിമകളായി ജീവിക്കുന്നവരെ ഇന്ന് നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. പുതിയൊരു ജീവിതവും പുതിയൊരു ഹൃദയവും നീ അവർക്ക് നൽകുമാറാകണമേ. നിന്നോടൊപ്പം നടക്കുന്നതാണ് ഞങ്ങൾക്ക് ഭാഗ്യമപ്പ. ആ സ്വർഗീയ കനാനിൽ ചേരും വരെയും ആ നിത്യരാജ്യത്തിൽ നിന്നോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കണമെന്നുള്ളതായ ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ആ ലക്ഷ്യം മാറാതെ ഞങ്ങളുടെ ജീവിതത്തെ ദിനംതോറും ആയിരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.